ചെട്ടികുളങ്ങര കുംഭഭരണി വളരെ പ്രശസ്തമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ, കേരളത്തിന് പുറത്തും വിദേശികളും ഒക്കെ ഇത് അറിഞ്ഞിട്ട് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്ക് കുംഭഭരണി മഹോത്സവം ആകുമ്പോഴത്തേക്ക് ആ കെട്ടുകാഴ്ച കാണാനും ആ ആരവം അനുഭവിക്കാനും ഒക്കെ എത്താറുണ്ട്. അപ്പൊ നമ്മള് ഇനി അവിടെ നിന്നുള്ളൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചെട്ടികുളങ്ങരയിൽ നിന്നും ചെട്ടികുളങ്ങരയുടെ സ്വന്തം നമ്മുടെ രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. ചെട്ടികുളങ്ങരയിൽ ഈരേഴു വടക്ക് കരയുടെ കുതിരച്ചവിട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ കുതിരമൂട്ടിൽ കഞ്ഞിക്കുള്ള വിഭവങ്ങൾ ഒരുങ്ങുകയാണ്. വളരെ പ്രത്യേകതയുള്ള വിഭവങ്ങളാണ്. അസ്ത്രം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം കഞ്ഞിസദ്യ ആരംഭിക്കും. ഇത് മുതിരയാണ്. ഇതൊക്കെ പ്രത്യേക ശൈലിയിലാണ് ഇതിന്റെയൊക്കെ നിർമ്മാണം. ഇതെങ്ങനെ ഉണ്ടാക്കുക? ഇതൊക്കെ ഈ ഓണാട്ടുകരയിൽ ചെട്ടികുളങ്ങരയിൽ മാത്രം വന്നാൽ കാണാൻ പറ്റുന്ന പ്രത്യേക തരത്തിലുള്ള നിർമ്മാണങ്ങളാണ്. തൊട്ടപ്പുറത്ത് പപ്പടം പറക്കുന്നുണ്ട്. മറ്റു വിഭവങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഈ കഞ്ഞി കുടിക്കുന്ന ഒരു രീതി അതേറെ പ്രത്യേകതയാണ്. നമുക്കതൊന്ന് കാണണം. അപ്പൊ നമുക്ക് ആ കഞ്ഞി കുടിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാം. നമസ്തേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കുന്നതിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു സ്ഥലത്താണ് അവിടേക്ക് നമ്മളിപ്പോ എത്തി. ചേട്ടാ, ഇതിന്റെ ഒരു എന്താ ഇത്? തട അല്ലേ? ഇത് തട. തട എന്ന് വെച്ചാൽ ഓലയും കൊണ്ടുണ്ടാക്കിയ ഒരു ബെൽറ്റ് പോലൊരു സാധനം. ഇതല്ല, ഇലക്കകത്തിൽ കഞ്ഞി ഒഴിക്കും. ചൂട് കഞ്ഞി ഒഴിക്കും. ചൂട് കഞ്ഞി, പപ്പടം, കടുമാങ്ങ, അവൽ, മുതിരപ്പുഴുക്ക്, ഉണ്ണിയപ്പം, പഴം, ഇത്രയാണ് ഇതിന്റെ സാധനങ്ങൾ. ഈ ഒരു ശൈലിയിലാണോ ഇവിടെ കഞ്ഞി കുടിയുടെ രീതി? ശൈലിയിലാണ് കഞ്ഞി കുടിക്കുന്നതും കൊടുക്കുന്നതും. ദേവി ആദ്യമായിട്ട് വന്ന് കഴിച്ച ആഹാരമാണിത്. ചെട്ടികുളങ്ങരയിൽ വന്ന് കഴിച്ച ആദ്യത്തെ ആഹാരം. ആ ഒരു പ്രത്യേകത വെച്ചാണ് കുതിരമൂട്ടിൽ കഞ്ഞി നടത്തുന്നത്. അത് ഏത് കുതിരമൂട്ടിൽ ചെന്നാലും ഈ വിഭവങ്ങളെല്ലാം കാണും. ഇതില് ഇല വെക്കും. ഇല വെക്കുമ്പോ കഞ്ഞി ഒഴിയുമ്പോൾ പെയ്യെ താന്നത് ഇരുന്നോളൂ. അതിൽ നിന്ന് അങ്ങനെ കഞ്ഞി അമ്മ കണ്ടു വന്ന് കഞ്ഞി കുടിക്കാണ് ഒരു സന്ദർഭം ഉണ്ടായത്. വേറെ എന്തൊക്കെയാ വിഭവങ്ങൾ? കഞ്ഞി, അസ്ത്രം, കടുമാങ്ങ, അവല് നനച്ചത്, പപ്പടം, മുതിര. മുതിരയുടെ പ്രത്യേകതയല്ലേ? മുതിരയാണ് ഏറ്റവും പ്രത്യേകത. കഞ്ഞി മുതിരയാണ്. അതാണ് എന്റെ അധികം. പിന്നെ കുടിക്കാന്ന് പറഞ്ഞാൽ തറയിരുന്ന് കുടിക്കുന്ന നല്ലൊരു പ്രത്യേകത. ഒരുപാട് കൂട്ടങ്ങളും കൂട്ടാം. പക്ഷെ ഇപ്പൊ 7 കൂട്ടത്താണ് എടുത്തിരിക്കുന്നത്. കഞ്ഞിയും പിന്നെ അസ്ത്രം 2, പപ്പടം 1, 3, മുതിര 1, 4, കടുമാങ്ങ 5, പഴം 1, 6, ഉണ്ണിയപ്പം 7 ഐറ്റം മുതലുണ്ട്. പിന്നെ 7 കൂടും 13 ഐറ്റം വരെ വെക്കുന്നവരുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമേ ആണുള്ളൂ അല്ലേ ഇങ്ങനെ പ്രത്യേകതയുള്ള കഞ്ഞി? തീർച്ചയായിട്ടും മറ്റുള്ള കരകളെ അപേക്ഷിച്ച് ഞങ്ങളുടെ ഇരവിളക്കും 41 ഐന്ദകരത്തിലാണ് ഇതുപോലുള്ള പ്രത്യേകത. ഒരു ദിവസം 3 നേരം കഞ്ഞി, എല്ലാം സിസ്റ്റമാറ്റിക് തന്നെ ആൾക്കാരെ ഇരുത്തി, പാത്രത്തിൽ വേണ്ടിയവർക്ക് പാത്രത്തിന് പ്രത്യേക ലൈന്, അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താ ഈ കഞ്ഞി കുതിരമൂട്ടിൽ കഞ്ഞിയുടെ പ്രത്യേകത? മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുതിരമൂട്ടിൽ മറ്റു കഞ്ഞികളെ അപേക്ഷിച്ച് മുതിര, അസ്ത്രം, കടുമാങ്ങ, ഉണ്ണിയപ്പം, പപ്പടം, പഴം ഇത്യാദി കാര്യങ്ങളെല്ലാം ശരീരത്തിന് ഈ കുതിരകെട്ടൽ എന്ന് പറഞ്ഞാൽ അഭ്യാസമുള്ള കായിക അഭ്യാസമുള്ള പണികളാണ്. അപ്പോൾ അന്ന് നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു വെച്ചാണ് ഇവിടുത്തെ അതിനുള്ള സംവിധാനം ചെയ്തത്.